സച്ചിൻ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കളിക്കാരനെതിരെയും മോശമായി സച്ചിൻ ഒന്നും ചെയ്യാറില്ല. അത്രയ്ക്കും മാന്യനാണ് സച്ചിൻ. സച്ചിൻ ഇപ്പോൾ മുംബൈ ടീമിന്റെ മെൻഡറാണ്. ഇതുവരെ മുംബൈ ടീമിൽ ഒരുപാട് അടിപിടികൾ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചർച്ചകൾക്കും അത് വഴിവെച്ചു. എന്നിട്ടും സച്ചിൻ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ SRHനെതിരെ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ സച്ചിനും പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്നലെ കളി കഴിഞ്ഞ് സച്ചിൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. SRH 270 റൺസാണ് അടിച്ചു കൂട്ടിയത്. ഇത് വലിയ നാണക്കേട് തന്നെയാണ്. ലോക റെക്കോർഡാണ് ഹൈദരാബാദ് നേടിയത്. ഇന്നലെ കളി കഴിഞ്ഞ് സച്ചിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ശരിക്കും ഇത് ഞങ്ങൾക്ക് നാണക്കേട് തന്നെയാണ്. വളരെ മോശം കളിയാണ് മുംബൈ ടീം ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വ്യക്തമല്ല. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി മോശമാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ടീമിൽ ഇപ്പോൾ ഒരു ഐക്യമത്യമില്ല. താരങ്ങൾ തമ്മിൽ പരസ്പരം തല്ലുകൂടുകയാണ്. പാണ്ഡ്യ ക്യാപ്റ്റൻസിയിൽ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ചിലപ്പോൾ പാണ്ഡ്യയെ ഒഴിവാക്കേണ്ടി വരുമെന്ന് സച്ചിൻ പറയുന്നു. രോഹിത്തുള്ളപ്പോൾ ടീമിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. എല്ലാ താരങ്ങളും പരസ്പരം ഒരുമിച്ചാണ് ടീമിനു വേണ്ടി പോരാടുന്നത്. എന്നാൽ ഇപ്പോൾ മുംബൈ ടീമിൽ 2 ചേരിതിരിവ് വന്നിട്ടുണ്ടെന്നാണ് സച്ചിൻ പറയുന്നത്. പാണ്ഡ്യയെ ഇനി അങ്ങോട്ട് ഫുൾ ടൈം ക്യാപ്റ്റൻ ആക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല. പാണ്ഡ്യ ശരിക്ക് ക്യാപ്റ്റൻസി നടത്തിയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവനെ ഞങ്ങൾ പുറത്താക്കും. അവൻ പുറത്തായാൽ പതിവ് പോലെ തന്നെ രോഹിത് ശർമ്മ തിരിച്ച് ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരും. മാനേജ്മെന്റുമായിട്ട് ഇപ്പോൾ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അതിനു മുന്നേ പാണ്ഡ്യ നല്ല രീതിയിൽ മുംബൈയെ കൊണ്ടുപോകുമെന്നാണ് എൻ്റെ വിശ്വാസമെന്ന് സച്ചിൻ വ്യക്തമാക്കി. രോഹിത് ശർമ്മ തിരിച്ച് ക്യാപ്റ്റൻ ആവുന്നത് കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ IPL തന്നെ അങ്ങനെ സംഭവിച്ചേക്കാം. പാണ്ഡ്യ ഒരു പക്ഷേ ക്യാപ്റ്റൻസി സ്വയമേ രാജിവെക്കാനും സാധ്യതയുണ്ട്. അത്രയ്ക്കും പ്രഷറാണ് ഇപ്പോൾ പാണ്ഡ്യയ്ക്ക്. ഓരോ മത്സരം കഴിയുന്തോറും പാണ്ഡ്യക്കെതിരെ വിമർശനം ശക്തമായി വരികയാണ്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.